പ്രധാന വില്ലന്റെ പേര് പോലും ഇനി മാറും. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ഇടപെടലിലേക്ക് കടക്കുകയാണ് സെൻസർ ബോർഡ്. ഇതിനിടയിൽ ഉയർന്നു വന്നിരിക്കുന്ന പലവിധ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. ഒന്ന്, പൃഥ്വിരാജിന് IS തീവ്രവാദ സംഘവുമായിട്ടുള്ള ബന്ധം. മറുഭാഗത്ത് ഗോകുലം ഗോപാൽ ഇതിന്റെ നിർമ്മാതാവായി എത്തിയതിന് പിന്നാലെ ED റെയ്ഡ് നടക്കുന്നു എന്ന പ്രചരണം. മറുഭാഗത്ത് മോഹൻലാലിന്റെ സൈനിക കുപ്പായം അഴിച്ചു വാങ്ങാനായി ഒരു കൂട്ടം ആളുകൾ. അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങളും വെല്ലുവിളികളുമാണ് എമ്പുരാൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം അതിൻ്റെ നിർമ്മാതാക്കൾക്കും സംവിധായകനും എഴുത്തുകാരനും അഭിനേതാവിനുമൊക്കെ തന്നെ നേരിടേണ്ടി വരുന്നത്. വർഗീയ കലാപങ്ങൾ അടക്കം നിരവധി വിവാദ വിഷയങ്ങൾ ഏകപക്ഷീയമായി ചിത്രീകരിച്ചുവെന്ന പരാതിയാണ് ഉയർന്നു കേൾക്കുന്നത്. അതിൽ മറ്റു മാനങ്ങളൊന്നും തന്നെ കൽപ്പിക്കാതെ ശരിയായ വസ്തുതകളെയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ഹിഡൻ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ പൃഥ്വിരാജ് ഇതിനെയൊക്കെ തന്നെ എക്സാഗ്രേറ്റ് ചെയ്തു എന്നാണ് സംഘപരിവാർ അനുകൂലികൾ പറയുന്ന ആരോപണം. എമ്പുരാൻ സിനിമയിൽ അങ്ങനെ മാറ്റങ്ങൾ വരുത്താനുള്ള അപേക്ഷ നിർമ്മാതാക്കൾ നൽകിയിരിക്കുകയാണ്. അതിനുവേണ്ടി റീജിയണൽ സെൻസർ ബോർഡിനെ ഗോകുലം മൂവീസ് സമീപിച്ച് കഴിഞ്ഞു. സെൻസർ ബോർഡ് യോഗം ചേർന്ന് പരാതികൾ ഉയർന്ന ഭാഗങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്യാനുള്ള പ്രാരംഭ നടപടികളും തുടങ്ങി. 17ഓളം ഭാഗങ്ങളിലാണ് ഭേദഗതി ഉണ്ടാകുന്നത്. വിവാദമായിട്ടുള്ള പല സംഭാഷണങ്ങളും പല പ്രധാനപ്പെട്ട രംഗങ്ങളും നിശബ്ദമാക്കി മാറ്റാൻ, മ്യൂട്ട് ചെയ്യാനാണ് തീരുമാനം. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഗോദ്രയിൽ ട്രെയിൻ ആക്രമിച്ച് രാമഭക്തരെ, കർസേവകരെ കൂട്ടക്കൊല ചെയ്ത സംഭവം മറച്ചു പിടിച്ചുകൊണ്ട് പിന്നീടുണ്ടായ സംഭവങ്ങളെ എടുത്തുകാട്ടി സിനിമ ചിത്രീകരിച്ച് പ്രദർശനം നടത്തിയെന്നാണ് പരാതിയും വിമർശനവുമായി ഉയർന്നു കേട്ടത്. ക്രൂരമായ ബലാത്സംഗ സീനുകളും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ പരാമർശിക്കുന്ന വിവാദ സീനുമൊക്കെ ഒഴിവാക്കാനാണ് തീരുമാനം. അതുകൂടാതെ ഏറ്റവും ഗുരുതരമായൊരു വിഷയമായി പറയുന്നത് സിനിമയിലെ വില്ലന് നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണ വിധേയനായ വ്യക്തിയുമായി സാമ്യമുള്ള പേര് ബജ്രംഗി എന്ന പേരിട്ടത് അടക്കം മാറ്റാനാണ് നിർമ്മാതാക്കൾ സ്വയം തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് വിവാദത്തിന് അടിസ്ഥാനമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതൊക്കെ ഒഴിച്ചു നിർത്തിയാൽ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളില്ല എന്ന് തന്നെയാണ് സംഘപരിവാർ അനുകൂലികൾ പറയുന്നത്. എന്നാൽ എല്ലാവരും ഒരേ അഭിപ്രായം പറയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. BJP പൂർണ്ണമായും ഈ സിനിമയെ ബഹിഷ്കരിക്കാനോ തള്ളിപ്പറയാനോ തീരുമാനിച്ചിട്ടില്ല. സിനിമയെ സിനിമയായി തന്നെ കാണണമെന്ന ആവശ്യമാണ് പ്രധാന നേതാക്കൾ MT രമേശും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും അടക്കം എടുത്തു പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമേ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള ഗോകുലം ഗോപാലൻ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിനുള്ള സൂചന നൽകിയിരുന്നു. സിനിമ എടുത്തത് ആരെയും വേദനിപ്പിക്കാനോ ഒരു ഭാഗം ആളുകളെ മനഃപൂർവ്വം തേജോവധം ചെയ്യാനോ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സിനിമ കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഇനി വരുത്തണമെങ്കിൽ അത് വരുത്താൻ കഴിഞ്ഞ ദിവസം തന്നെ സംവിധായകനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വകാര്യ ചാനലിന് കൊടുത്ത അഭിമുഖത്തിലാണ് ഗോകുലം ഗോപാലൻ ഇങ്ങനെ പറയുന്നത്. അതിരൂക്ഷമായ വിമർശനം ചിത്രത്തിനെതിരെ ഉയർന്നു വന്നതിന് പിന്നാലെയാണ് ഗോകുലം ഗോപാലൻ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. സിനിമയിലെ ചില കാര്യങ്ങൾക്കെതിരെ പ്രതിഷേധമുയർന്നു. എമ്പുരാൻ എന്ന സിനിമയിൽ കാണിക്കുന്ന എന്തെങ്കിലും സീനോ ഡയലോഗോ ആരെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താൻ പൃഥ്വിരാജിനോടാണ് പറഞ്ഞത്. മാറ്റം വരുത്താൻ വേണ്ടി എന്തൊക്കെ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടാകുമെന്ന കാര്യത്തിനെക്കുറിച്ച് തനിക്ക് അറിവില്ല. കാരണം ഒരുപാട് തിയേറ്ററുകളിൽ സിനിമ കളിക്കുന്നു. 750-ലധികം തിയേറ്ററുകളിൽ കേരളത്തിൽ തന്നെ സിനിമ ഓടുന്നുണ്ട്. ഒരു തിയേറ്ററിൽ മാറ്റണമെങ്കിൽ അതിന് നല്ല ചിലവ് വരും. അപ്പോൾ 4000-ലധികം സ്ക്രീനുകളിൽ ആഗോളതലത്തിൽ ഓടുന്ന സിനിമയിൽ ഒരു മാറ്റം വരുത്തിയാൽ അത്രത്തോളം പണമാണ് മുടക്കേണ്ടി വരുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞതനുസരിച്ച് 40-45 ലക്ഷത്തോളം രൂപ പ്രാരംഭമായി കണ്ടെത്തേണ്ടി വരും. എന്നാൽ അതിനൊന്നും തന്നെ മടി കാട്ടുന്നില്ല. വളരെ വേഗത്തിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് തങ്ങളുടെ തീരുമാനമെന്ന് നിർമ്മാതാക്കൾ ഇന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇതിനിടയിലാണ് സംവിധായകനും നടനും കൂടിയായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും പൃഥ്വിരാജിൻ്റെ പഴയകാല ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ആരോപണം ഉയർന്നു വരുന്നത്. പൃഥ്വിരാജിനുള്ള വിദേശ ബന്ധങ്ങളെ സംശയിച്ചാണ് യുവമോർച്ച രംഗത്ത് വരുന്നത്. ആടുജീവിതം എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ അത് തികച്ചും ദേശവിരുദ്ധമാണെന്നാണ് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി K ഗണേഷിൻ്റെ ആരോപണം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് K ഗണേഷ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കുരുതിയും ജനഗണമനയും എമ്പുരാനും വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂശുവാണ് ഇദ്ദേഹം സിനിമകളിലൂടെ ചെയ്തതെന്നും ആടുജീവിതത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ ജോർദനിൽ കുടുങ്ങിയ അദ്ദേഹം അവിടെ ആരൊക്കെയായി സമ്പർക്കം പുലർത്തി എന്നുള്ളത് അന്വേഷിക്കണമെന്നാണ് ഗണേഷിൻ്റെ ആവശ്യം. കൊറോണ കാലത്തെ ഈ അറേബ്യൻ ജീവിതത്തിനിടയിൽ IS ഉൾപ്പെടെയുള്ള ഭീകരവാദികളുടെ ആശയങ്ങളിൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണോ പൃഥ്വിരാജ് ഇങ്ങനെയുള്ള ദേശവിരുദ്ധ ആശയങ്ങൾ തൻ്റെ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നതെന്നും എന്ന് ന്യായമായി താൻ സംശയിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൂടാതെ ദേശീയ അന്വേഷണ ഏജൻസികൾ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നും
ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് എമ്പുരാൻ ഒളിച്ചു കടത്തുന്ന ദേശവിരുദ്ധത തന്നെയാണെന്ന് അടിവരയിട്ട് പറയാമെന്നാണ് പോസ്റ്റിലൂടെ കെ ഗണേഷും ആരോപിക്കുന്നത്. ഗുരുതരമായ ഒരു ആരോപണമാണ് അതും നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട നടനും സംവിധായകനുമായിട്ടുള്ള പൃഥ്വിരാജ് സുകുമാരനെതിരെ. എന്തായിരുന്നാലും ഈ ചിത്രത്തിനെതിരെ RSSന്റെ മുഖപത്രമായ ദ ഓർഗനൈസർ അടക്കം രംഗത്ത് വന്നത് നമ്മൾ ഇന്ന് രാവിലെ മുതൽ കാണുന്ന ഒരു വിഷയമാണ്. ഗോദ്ര കലാപത്തെ ഭയാനകവും പക്ഷാപാതത്തോടും കൂടി ഈ ചിത്രത്തിൽ വരച്ചു കാട്ടുന്നുവെന്നാണ് വിമർശനം. ചരിത്ര വസ്തുതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം കലാപത്തിന്റെ പശ്ചാത്തലം ഉപയോഗിച്ച് സാമൂഹ്യ ഐക്യത്തിന് ഗുരുതരമായൊരു ഭീഷണി ഉയർത്തുന്ന ഉള്ളടക്കമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. 2002 കലാപത്തിലെ പ്രധാന അക്രമകാരികൾ ഹിന്ദുക്കളാണെന്നുള്ള പ്രതിച്ഛായ ശക്തിപ്പെടുത്തുന്നു. അവർ തന്നെ ക്രൂരരാണെന്ന രീതിയിൽ വില്ലന്മാരായൊക്കെ തന്നെ അതിൽ ചിത്രീകരിക്കുന്നു. ആദ്യ ഭാഗത്തെ രംഗങ്ങൾ അതിനടിവരയിടുന്നതാണ്. അതായത് ഹിന്ദു സമൂഹത്തെ മുഴുവൻ അപകീർത്തിപ്പെടുത്താൻ എമ്പുരാനിലൂടെ ശ്രമിക്കുന്നുവെന്നാണ് ഇതിലൂടെ വ്യാഖ്യാനിക്കുന്നത്. ഹിന്ദുക്കളെ രക്ഷകരായി ചിത്രീകരിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ പോലും അവരെ വില്ലന്മാരായി അവതരിപ്പിക്കുന്നുവെന്നാണ് കുറ്റപ്പെടുത്തൽ. മോഹൻലാലിനെ പോലൊരു പരിചയസമ്പന്നനായ നടൻ എന്തിനാണ് തൻ്റെ സിനിമയ്ക്ക് വേണ്ടി സമുദായങ്ങൾക്കിടയിൽ വെറുപ്പ് മാത്രം ഉളവാക്കുന്ന ഒരു പ്രചരണ കഥ തിരഞ്ഞെടുത്തതെന്നത് ഇപ്പോഴും ദുരൂഹമാണെന്നും പത്രത്തിലൂടെ ആരോപിക്കുന്നു. പൃഥ്വിരാജ് സുകുമാരൻ രാഷ്ട്രീയ ചായ്വുകൾക്ക് പേരുകേട്ട ആളാണെന്നും എന്നാൽ എമ്പുരാനിൽ ആ ചായ്വുകൾ ചെറിയ സൂക്ഷ്മതയോടെ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും സിനിമയുടെ ആഖ്യാനം ഹിന്ദുക്കളെ അപകീർത്തിപ്പെടുത്തുക മാത്രമല്ല, ഹിന്ദു അനുകൂല രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെപ്പോലും പ്രത്യേകമായി ലക്ഷ്യമിടുന്ന ഒരു അജണ്ടയാണ് ഇതിനുള്ളിലുള്ളതെന്നും കുറ്റപ്പെടുത്തൽ. എമ്പുരാൻ ഒരു ഹിന്ദു വിരുദ്ധ, ഇന്ത്യ വിരുദ്ധ അജണ്ട സിനിമയായി ദേശീയ തലത്തിൽ തുറന്നു കാട്ടപ്പെടണമെന്നും എമ്പുരാൻ വെറുമൊരു സിനിമ മാത്രമല്ല, ഇത് ഇതിനകം തകർന്ന ഇന്ത്യയെ കൂടുതൽ വിഭജിക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്ന ഒരു ഹിന്ദു വിരുദ്ധ BJP വിരുദ്ധ ആഖ്യാനം പ്രചരിപ്പിക്കുന്ന ഒരു മാധ്യമമായും പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. CAA വിരുദ്ധ സമരത്തെ പരസ്യമായി പിന്തുണച്ച സിനിമയിലെ പ്രമുഖ വ്യക്തികളിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. അപ്പം പല കാര്യങ്ങളായി എടുത്തു പറഞ്ഞിരിക്കുന്നതിൽ ഹിന്ദുക്കളെ നരഭോജികളായി അസ്വസ്ഥമാക്കിയുള്ള ചിത്രീകരണമാണ് ഇതിൽ ഉൾപ്പെടുത്തിയതെന്നും മുസ്ലിം ഗ്രാമം ഗോദ്ര കലാപത്തിനിടയിൽ കത്തുന്നതായി ചിത്രീകരിക്കുന്ന ശക്തവും അസ്വസ്ഥതയുളവാക്കുന്നതുമായിട്ടുള്ള ഒരു രംഗത്തോടെ ചിത്രം തുടങ്ങുന്നുവെന്നും തുടർന്ന് ഓരോ മനുഷ്യ മനസ്സിനെയും അസ്വസ്ഥമാക്കുന്ന ഗ്രാഫിക് തീവ്രമായ രംഗങ്ങളുടെ പരമ്പരയാണ് കാണേണ്ടി വരുന്നത്. ഹിന്ദു പുരുഷന്മാർ ഒരു മുസ്ലിം കുട്ടിയെ നിഷ്കരണം മർദ്ദിച്ച് ഗർഭിണിയായ ഒരു മുസ്ലിം സ്ത്രീക്കെതിരെ ഭയാനകമായ അക്രമം നടത്തുന്നു. റേപ്പ് സീൻ അടക്കം അത് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ രംഗങ്ങൾ വെറും ഞെട്ടിക്കുന്ന മൂല്യത്തിനപ്പുറത്തേക്ക് പോകുന്നുണ്ട്. 2002 കലാപത്തിലെ പ്രധാന ആക്രമണകാരികൾ ഹിന്ദുക്കളാണെന്ന പ്രതിച്ഛായ ശക്തിപ്പെടുത്താനും രണ്ട് സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്താനും ഹിന്ദുക്കളെ വില്ലന്മാരായി ചിത്രീകരിക്കാനും ഉദ്ദേശിച്ച് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നുവെന്നാണ് ഇതിലൂടെ പറയുന്നത്. സംഭവങ്ങളുടെ വസ്തുനിഷ്ഠമായ പുനരാഖ്യാനത്തിൽ പ്രതീക്ഷിക്കുന്നത് പോലെ വിശാലമായ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ഒരു ദുരന്തമായി ഇതിനെ ചിത്രീകരിക്കാത്തത് ഈ ചിത്രീകരണത്തെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഒരു പക്ഷത്തെ മാത്രം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഇത് മാറുന്നു. അതും ഹിന്ദു സമൂഹത്തെ മുഴുവൻ അപകീർത്തിപ്പെടുത്താൻ ഈ ചിത്രം ഇതിലെ അക്രമ സംഭവങ്ങളെ ഉപയോഗിക്കുന്നുവെന്നാണ് ഓർഗനൈസർ പറയുന്നത്. മറ്റ് സാഹചര്യങ്ങളിൽ അവരെ രക്ഷകരായി ചിത്രീകരിക്കാൻ സാധ്യതയുള്ള ഘട്ടത്തിലും വില്ലന്മാരാക്കുന്നു. ഒരു മുഴുവൻ ഗ്രൂപ്പിൻ്റെയും ഈ മനഃപൂർവ്വമായ തെറ്റായ ചിത്രീകരണം കഥ പറച്ചിലിൽ നിന്നും രാഷ്ട്രീയ കൃത്രിമത്വത്തിലേക്കുള്ള അതിരുകടക്കുന്നു. ഗോദ്ര ട്രെയിൻ ദുരന്തത്തിലെ കുറ്റവാളികളെ കോടതി പോലും കുറ്റക്കാരായി കണ്ടെത്തി ശിക്ഷിച്ചു. അക്കാര്യം നാം മറക്കരുത്. കലാപത്തെ ഒരു ഉപകരണമായി ഉപയോഗിക്കാനുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ അജണ്ട ഇന്ത്യയിലെ ജനങ്ങൾ പലതവണ നിരാകരിച്ചു. എന്നാൽ മോഹൻലാലിനെ പോലെയുള്ള ഒരു പരിചയസമ്പന്നനായ നടൻ തൻ്റെ സിനിമയ്ക്കായി എന്തിന് ഇത് തിരഞ്ഞെടുത്തു? അതിപ്പോഴും നിഗൂഢമാണ്, രഹസ്യമാണ്. സമൂഹത്തിനിടയിൽ ഇത് വിദ്വേഷം മാത്രം ഉളവാക്കുമെന്നാണ് ഓർഗനൈസർ പറയുന്നത്. ഇനി പൃഥ്വിരാജ് സുകുമാരൻ്റെ രാഷ്ട്രീയ അജണ്ടയെക്കുറിച്ചും ഇതിലൂടെ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. വളരെ കാലമായി തൻ്റെ രാഷ്ട്രീയ ചായ്വുകൾക്ക് പേരുകേട്ടയാളായി മാറുന്നു. ചിത്രത്തിൻ്റെ ആഖ്യാനം ഹിന്ദുക്കളെ അപമാനിക്കുക മാത്രമല്ല, പ്രത്യേകിച്ച് ഹിന്ദു അനുകൂല രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. BJP അനുയായികളുമായി യോജിക്കുന്ന ഒരു കഥാപാത്രത്തെ പ്രതികരിക്കുന്ന വില്ലനെ കേരളത്തിൻ്റെ സംസ്കാരത്തെ തകർക്കാൻ ദൃഢനിശ്ചയം ചെയ്ത ഒരു ക്രൂരനായ വ്യക്തിയായി ചിത്രീകരിക്കുന്നു. രാഷ്ട്രീയമായി ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ച് യാതൊരു പരിശോധനയും കൂടാതെ കേരളത്തിലെ തീരപ്രദേശങ്ങളെയും വിമാനത്താവളങ്ങളെയും മയക്കുമരുന്ന് ലോജിസ്റ്റിക്സ്, മയക്കുമരുന്ന് വ്യാപാരം തുടങ്ങി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പോലും അതിലൂടെ സൂചിപ്പിക്കുന്നു. സംഘടനയെയും സംഘടനയിലെ ആളുകളെയും ഇവിടെ ഒരു ഹിന്ദു അനുകൂല വിഭാഗമായി ചിത്രീകരിച്ചു. ഇത് സംസ്ഥാനത്ത് BJPയുടെ സ്വാധീനത്തിന് നേരിട്ട് സമാനമാണ്. BJPയുമായി സമാന്തരമായി നിൽക്കുന്ന ഹിന്ദു അനുകൂല സംഘം പാർട്ടിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് അണക്കെട്ട് തറക്കാമെന്നും 2 ജില്ലകളിലെ മുഴുവൻ ജനങ്ങളെയും കൊല്ലാമെന്നും ഈ സിനിമയിലൂടെ പൃഥ്വിരാജ് കാണിക്കുന്നു. ഈ തുറന്ന രാഷ്ട്രീയ വ്യാഖ്യാനം ഫിക്ഷൻ്റെയോ സൃഷ്ടിപരമായ സ്വാതന്ത്ര്യത്തിൻ്റെയോ വേഷം മാറിയതല്ല. ഇത് പ്രകടവും അവ്യക്തവുമായിട്ടുള്ള കാര്യമാണ്. തെറ്റായ ഒരു വ്യാഖ്യാനത്തിന് ഇടം നൽകുന്നില്ല. BJPയെ അസ്ഥിരപ്പെടുത്തുന്ന ശക്തിയായും ഹിന്ദു ദേശീയത അന്തർലീനമായും അപകടകരമായും അവതരിപ്പിക്കുന്നതിലൂടെ എമ്പുരാൻ ഇപ്പോഴത്തെ രാഷ്ട്രീയ
വാചോടോപത്തിന് കൂടുതൽ ശക്തി പകരുകയാണ്. ഇതിനോടൊപ്പം തന്നെ ധ്രുവീകരിക്കപ്പെട്ട ഒരു രാജ്യത്ത് ഭിന്നതകൾ വർദ്ധിപ്പിക്കുന്നു. ഇത് അപകടകരമായ ഒരു ചിത്രീകരണമായി സമൂഹങ്ങൾക്കിടയിൽ കൂടുതൽ സാമൂഹിക അസ്വസ്ഥതയും വിദ്വേഷവും ജനിപ്പിക്കാൻ സാധ്യത കൂടുതലാണ്. കലാപരമായ സ്വാതന്ത്ര്യവും മനഃപൂർവ്വമായ പ്രകോപനവും അല്ല വേണ്ടത്. ഇത് തികച്ചും ദേശവിരുദ്ധമായ ഒരു പ്രവൃത്തിയായിട്ടാണ് നോക്കിക്കാണുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ കലാസ്വാതന്ത്ര്യം പലപ്പോഴും ഒരു പ്രതിരോധമായി പറയാറുണ്ടെങ്കിൽ പോലും വിവാദ പ്രസ്ഥാനങ്ങളെയും വ്യക്തികളെയും പിന്തുണയ്ക്കുന്ന പൃഥ്വിരാജിന്റെ സ്ഥിരമായ രീതിയാണ് ഇവിടെ ഓർഗനൈസർ വിമർശിക്കുന്നത്. ഈ വിവാദം ദീർഘകാലാടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കരിയറിനെ ബാധിക്കുമോ എന്നതുപോലും കണ്ടറിയേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് അദ്ദേഹത്തിന്റെ സിനിമകളെ പോലെ തന്നെ ചർച്ചകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളോടുള്ള പൃഥ്വിരാജിന്റെ സ്ഥിരമായ നിലപാട് അദ്ദേഹത്തെ ആഴത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റി. CAA വിരുദ്ധ പ്രസ്ഥാനത്തിലെ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം പോലെ ലക്ഷദ്വീപ് പ്രതിഷേധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക്, അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റി യഥാർത്ഥത്തിൽ മാനുഷിക ആശങ്കകളെക്കാൾ നയിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം.